നമസ്കാരം. ഓൾമോസ്റ്റ് എല്ലാ മെയിൻ കോഴ്സ് ഡിഷുകളുടെ കൂടെയും സെർവ് ചെയ്യാൻ സാധിക്കുന്നതും മിക്സഡ് വെജിറ്റബിൾസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നതുമായ വെജ് കുറുമയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു പാനിൽ എണ്ണ 2.5 ടേബിൾ സ്പൂൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് പെരുംജീരകം 1/2 ടീസ്പൂൺ. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പെരുംജീരകം ഇതുപോലൊന്ന് പൊട്ടിത്തീരുമ്പോൾ ഇതിലേക്ക് 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2-3 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത്, അല്പം കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. സവോള നന്നായിട്ടൊന്ന് വാടി വേവുന്നതുവരെ വഴട്ടിയാൽ മതിയാകും. ഗോൾഡൻ കളറൊന്നും ആവേണ്ട കാര്യമില്ല. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. സവോള അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്തത്, ബീൻസ് 10 എണ്ണം കട്ട് ചെയ്തത്, ഗ്രീൻ പീസ് 1/2 കപ്പ്. ഇത് ഉണങ്ങിയ ഗ്രീൻ പീസ് അല്ല, ഫ്രോസൺ ആയിട്ട് വരുന്ന ഗ്രീൻ പീസാണ്. ഉണങ്ങിയ ഗ്രീൻ പീസാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ കുറഞ്ഞത് 8 മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ചേർക്കുക. നമ്മളിപ്പോൾ ചേർത്ത ഈ വെജിറ്റബിൾസ് മാത്രമല്ല, കോളിഫ്ലവർ പോലുള്ള മറ്റു വെജിറ്റബിൾസും ചേർക്കാവുന്നതാണ്. അടുത്തതായി 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, വീട്ടിൽ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല 1/2 ടീസ്പൂൺ. പല കറികൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇത് തുടർച്ചയായിട്ട് ഏകദേശം 1 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. 1 മിനിറ്റ് നേരം ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് വെള്ളം 1.5 കപ്പ് ഒഴിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടച്ചുവെച്ച് വേവിക്കുക. ഏകദേശം 7-8 മിനിറ്റ് നേരമാണ് ഇങ്ങനെ അടച്ചുവെച്ച് വേവിക്കേണ്ടത്. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വെജ് കുറുമയിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരകിയത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂ നട്ട് 10 എണ്ണം, 1/2 ടീസ്പൂൺ ഉപ്പ്, അതോടൊപ്പം തന്നെ വെള്ളം 1/2 കപ്പ്. ഇനി മിക്സിയുടെ ജാർ അടച്ച ശേഷം ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കുക. ഇതിപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങ കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് കാണാം, ഈ ഗ്രേവി അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. അതുകൊണ്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ച് ലൂസ് ആക്കണം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പോളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളത്തിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്രമീകരിക്കുക. ഇനി ഇത് ഏകദേശം 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കുക. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് നേരം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, അല്പം മല്ലിയില ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ടേസ്റ്റ് ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ അല്പം കൂടി ചേർക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. വെജ് കുർമ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ സാധിക്കുന്ന ഈ വെജ് കുർമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.